നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ, കാക്ക വിരുന്ന് വിളിച്ചാൽ അതിഥികൾ വരും, അല്ലെങ്കിൽ വീട്ടിൽ ഉപ്പ് വീണാൽ അന്ന് ഭയങ്കര ദോഷമാണ്, അല്ലെങ്കിൽ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള മിത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ചിരിക്കും, ചിലത് കേട്ടാൽ ഷോക്കായി പോകും. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിയേർഡ് ബിലീഫ്സ് ഏതാണെന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വെൽക്കം ടു ക്രിയേറ്റീവ് എക്സ്പ്ലോറർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനത്തെ കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മിത്തുകളെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനമാണ് കാക്ക കരഞ്ഞാൽ അതിഥികൾ വരുമെന്നുള്ളത്. തീർച്ചയായും അങ്ങനെ കാക്കകൾ കരയുമ്പോൾ അതിഥികൾ വരുമോ? പണ്ടുകാലത്ത് കാക്കകൾ ഭക്ഷണത്തിൻ്റെ മണം കേട്ട് അടുത്തു വരുന്നതാണ്. അത് പതുക്കെ ഒരു ബിലീഫായി മാറി. സത്യത്തിൽ കാക്കയ്ക്ക് നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റ് ഒന്നുമില്ല. കാക്ക വീട്ടുമുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ ഗസ്റ്റ് വരും എന്നുള്ളത് പണ്ടുകാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മിത്തായിരുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ ഒരു മനസ്സിലായില്ലേ? അടുത്ത പ്രധാനമായ ഒരു മിത്ത് ആയിരുന്നു കണ്ണിളക്കിയാൽ എന്തോ സംഭവിക്കും. പ്രത്യേകിച്ച് ഇടത് കണ്ണ് ഇളക്കിയാൽ അത് ദോഷമാണ്, വലത് കണ്ണ് ഇളക്കിയാൽ എന്തോ വലിയൊരു ഗുണം വരുന്നുണ്ട്. അങ്ങനെയും നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ? പക്ഷെ ഇതിൻ്റെ പിന്നിലെ രഹസ്യം നിങ്ങൾക്കറിയാമോ? വാസ്തവത്തിൽ സ്ട്രെസ് അല്ലെങ്കിൽ കഫീൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കണ്ണിന് ഇങ്ങനത്തെ ഇളക്കങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ഉറക്കക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടോ ഇങ്ങനെ കണ്ണിന് വരുമ്പോൾ, ഇളക്കം വരുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ റിസൾട്ടിലും പ്രതിഫലിക്കും. മൂന്നാമതായിട്ട് പറയുന്നതാണ് ഉപ്പ് വീണാൽ ഭയങ്കര ദോഷമാണെന്ന്. അടുക്കളയിൽ ഉപ്പെങ്ങാനും വീണാൽ അയ്യോ കഷ്ടകാലം തുടങ്ങാറായി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഉപ്പ് എന്ന് പറയുന്നത് വിലയേറിയ ഒരു വസ്തുവായിരുന്നു. അത് താഴെ വീണ് നഷ്ടമായാൽ അത് അവർക്ക് അന്നത്തെ കാലത്ത് വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അതൊരു സൂപ്പർ നാച്ചുറൽ അല്ല, പ്രാക്ടിക്കൽ റീസൺ കൊണ്ട് മാത്രമാണ് ഒരു സാധനവും താഴെ വീണാൽ നല്ലതല്ല. അതുകൊണ്ട് അന്ന് കുറച്ചും കൂടി കാര്യപ്രാപ്തിയിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ മിത്തുകൾ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അടുത്തതാണ് പല്ലി വീണാലുള്ള പ്രവചനം. പല്ലി ഇത്രയും നന്നായി പ്രവചിക്കുമെന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പല്ലി മേൽ വീണാൽ പ്രിഡിക്ഷൻ. പക്ഷേ എക്സാം റിസൾട്ട് പറയാൻ മാത്രം പല്ലിക്കറിയില്ല. തമാശയാണേ. പല്ലി ചിലച്ചാൽ അല്ലെങ്കിൽ പല്ലി വീണാൽ അതിനെല്ലാം ഓരോ അർത്ഥങ്ങൾ പണ്ടുകാലത്തുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പണ്ടുകാലത്തെ ഓരോ വിശ്വാസങ്ങളായിരിക്കാം. ഇന്നും പല സ്ഥലത്തും പ്രായമായവർ പറഞ്ഞ് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ ഇപ്പോഴും പറയുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അടുത്തതായി കേട്ടു വന്നിട്ടുള്ളതാണ് ഗ്രഹണം സമയത്ത് ഭക്ഷണം കഴിക്കരുതെന്ന്. ഇത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഗ്രഹണ സമയത്ത് ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന്. പഴയ കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫുഡ് ചീത്തയാവാൻ സാധ്യത കൂടുതലാണ്. ടുഡേ ജസ്റ്റ് ബിലീഫ്. ഇന്ന് അത് ഒരു വെറും ബിലീഫ് മാത്രമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഭക്ഷണം ബാക്കി വന്നാൽ സൂക്ഷിച്ചു വയ്ക്കാൻ നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം ഒരിക്കലും ഗ്രഹണ സമയത്ത് കഴിക്കരുത് എന്ന് പറയുന്നത്. അടുത്തതാണ് നൈറ്റ് ക്രിക്കറ്റ്സ് എന്ന് പറയുന്ന ഈ ജീവി രാത്രികാലങ്ങളിൽ ചിറകിട്ട് അടിച്ചാൽ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയാൽ അതെന്തോ ഒരു സന്തോഷകരമായ സന്ദേശമാണ് കൊണ്ടുവരുന്നതെന്ന് പണ്ട് കാലത്തൊരു പറച്ചിലുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പറച്ചിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അതേപോലെ തന്നെ കറുത്ത പൂച്ച, നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കറുത്ത പൂച്ച നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ വട്ടം ചാടിയാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആ യാത്ര അത്ര ശുഭകരമായിരിക്കില്ല, എന്തോ ഒരു ദോഷമാണെന്ന് പണ്ട് മുതലേ പറയുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പൂച്ച ധൃതി പിടിച്ച് പോകുന്നതാണോ, അല്ലെങ്കിൽ പൂച്ചേനെ കണ്ടതുകൊണ്ട് നമ്മുടെ മൈൻഡിലുള്ള മാറുന്നതാണോ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ വേറൊരെണ്ണം കേട്ടിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ അന്ന് അതിഥികൾ വരും എന്ന് പറയുന്നത്.
ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നറിയില്ല. തീർച്ചയായും തേങ്ങ വീഴുന്നത് നല്ല കാര്യമാണ്. വീട്ടുകാർക്ക് കറിയൊക്കെ വെക്കാനായിട്ട് നല്ല ഉപകാരപ്രദമാകും. പക്ഷേ ഇങ്ങനൊരു മിത്തും പണ്ട് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു മിത്താണ്, ഉള്ളി പൊളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സവോള അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണെങ്കിൽ അതെന്തോ ഫ്യൂച്ചറിൽ ബാഡ് ന്യൂസുമായാണ് വരുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് ഫാക്ട് വേറെയാണ്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. അതേപോലെ വാഴയില മടക്കുന്നതിലും ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സൈഡിലോട്ട് മടക്കുമ്പോൾ അത് നല്ല ശുഭസൂചകവും മറ്റൊരു സൈഡിലോട്ട് മടക്കുകയാണെങ്കിൽ അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്നും പറയപ്പെടുന്നു. പല സ്ഥലത്തും പല രീതിയിലാണ്. പക്ഷേ ഇന്നും ഇത് പ്രചാരത്തിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നതായിരുന്നു, വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തായിട്ട് ഷൂസ് അപ്സൈഡ് ഡൗൺ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒന്നില്ലെങ്കിൽ ആ വീടിന് ഒരു ബാഡ് ലക്ക് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കശപിശ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇന്നും കുറച്ച് പരിചിതമായിട്ടുള്ള ഒരു മിത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ഷൂ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ പൊസിഷനിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം ചൂലെടുത്ത് അടിച്ചു വാരുന്നതും ശുഭസൂചകമല്ല എന്നൊരു സംസാരം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും സന്ധ്യാ നേരത്ത് നമ്മളൊന്നും അടിച്ചു വാരൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അടുത്തത്, കേരളത്തിൽ തന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കുറച്ച് എക്സ്ട്രാ വെയർഡ് ഫണ്ണി മിത്തുകളെ പറ്റി പറയാം. അതിലേറ്റവും രസകരമായിട്ടുള്ളത്, ചൊവ്വാഴ്ച ദിവസം മുടി കഴുകിയാൽ ദുർഭാഗ്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഗ്രഹണം കാണുന്നത് ഭാവിയിൽ കുട്ടിക്ക് ദോഷം വരുത്തും എന്നും വിശ്വസിച്ചിരുന്നു. രാത്രികാലത്ത് കോഴി കൂകിയാൽ അതൊരു ദുർഭാഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നും വിചാരിച്ചിരുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളത്, വീടിനുള്ളിൽ ഒരിക്കലും കുട ഉപയോഗിക്കരുത്, അത് ദോഷം കൊണ്ടുവരും എന്ന് പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നു. ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, രാവിലെ സ്പൈഡറിനെ കണി കണ്ട് ഉണർന്നാൽ അതൊരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ രാത്രികാലത്ത് പട്ടി ഓരിയിടുന്നത് ഒരു ദുർഭാഗ്യം അല്ലെങ്കിൽ ദോഷം വരാനിരിക്കുന്നതിൻ്റെ സൂചനയായിരുന്നു. കാത് മുഴക്കുന്നത് അത് എന്തെങ്കിലും ഗോസിപ്പോ അല്ലെങ്കിൽ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്നും വിശ്വസിച്ചിരുന്നു. അതുപോലെ ഒരു ഫുൾ മൂൺ ഉള്ള ദിവസം ചെറിയ കുട്ടികൾ കരഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ആണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഏതെങ്കിലും മിത്തുകൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും വിശ്വാസമുള്ളതുണ്ടോ? അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു ദിവസം വരാം. താങ്ക് യു.